ഹലോ മക്കൾസ്, ഇന്നത്തേത് ഒരു ബ്രൈഡൽ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് കേട്ടോ. ഇത് സനുജ ചേച്ചിയുടെ എക്സാമിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. ഞാൻ ലെൻസൊക്കെ വെച്ച് ഒരുങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വരുന്നൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ കല്യാണത്തിന് പോലും എനിക്ക് ലെൻസ് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. ചേച്ചി നൈസായിട്ട് അത് വെച്ച് തന്നു. എനിക്കിങ്ങനെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കല്യാണത്തിന് ഒരുങ്ങിയതിന് ശേഷം ഇത് രണ്ടാമത്തെ തൊട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ബ്രൈഡൽ മേക്കപ്പ് ഷൂട്ടിന് പോകുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമുണ്ടായില്ല. എത്ര നേരം വേണമെങ്കിലും അവരെന്നിൽ നിന്ന് പണിതോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. കാരണം എന്നെ വേറൊരു ലുക്കിൽ കാണുമല്ലോ, ആ ഒരു പ്രതീക്ഷ. ലാസ്റ്റ് ഫൈനൽ ലുക്ക് എന്തായിരിക്കും, അങ്ങനെ ആ ഒരു ഇതിലായിരിക്കും കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ചേച്ചി ഒരു മെസ്സി ഹെയർ സ്റ്റൈലാണ് എടുത്തത്. അപ്പോൾ എനിക്കത് ചേരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ചേച്ചി ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കൊള്ളാമെന്ന്. കാരണം നമ്മളുടെ ലുക്ക് തന്നെ മാറി. എനിക്ക് എന്നെ വേറൊരു ലുക്കിൽ കാണാൻ പറ്റി ഗൈസ്. ചേട്ടനാണ് കേട്ടോ വീഡിയോകൾ ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. ഡാൻസ് മാസ്റ്റർ വിക്രം എന്നൊക്കെ. ചുരുണ്ട മുടിയാണല്ലോ, പിന്നെ കുറച്ച് ഷോ ഓഫൊക്കെ കാണിച്ചു. പിന്നെ എനിക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എന്ന് വെച്ചാൽ ഓവറായിട്ട് ഓർണമെൻറ്റ്സ് ഒന്നും ഇടാതെ 2 മാല മാത്രമേ ഇട്ടുള്ളൂ. അത് പക്ഷേ നല്ല ഇടുപ്പുള്ള 2 മാലയായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ മേക്കപ്പ് ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ചേച്ചി എന്നെ പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്തതിനും എന്നെ മോഡലാക്കി ചൂസ് ചെയ്തതിനും എനിക്കൊരു ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്ക് വീണ്ടും എന്നെ ഇങ്ങനെ പല ബ്രൈഡൽ ലുക്കിൽ എന്നെ കാണാൻ പറ്റുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇതെൻ്റെ കല്യാണ സാരി തന്നെയാണ് കേട്ടോ. അപ്പം കുപ്പിവള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചിയും കുപ്പിവള തന്നെയാണ് എൻ്റെ അടുത്ത് ചൂസ് ചെയ്യാൻ പറഞ്ഞതും. അപ്പോൾ അതും എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഗൈസ്. അവിടെ വേറെയും മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ വേറൊരു കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഫൈനൽ ടച്ചപ്പിലേക്ക് ചേച്ചി കടന്നു. പച്ചപ്പൊട്ടാണ് കേട്ടോ വെച്ചത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആ ഒരു കളർ കോമ്പിനേഷൻ. അതായത് നമ്മുടെ റെഡ് സാരിയല്ല, അപ്പോൾ അതിൻ്റെ അകത്തൊരു കോൺട്രാസ്റ്റ് വരുന്ന രീതിയിലാണ് ചേച്ചി പൊട്ട് ചൂസ് ചെയ്തത്. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് ആ അരുളിപ്പ് വെച്ചപ്പോൾ തന്നെ എൻ്റെ ആ ഒരു ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നതായിട്ട് തോന്നി. എൻ്റെ കല്യാണത്തിന് എനിക്ക് ആ അരുളിപ്പൂവിൻ്റെ സ്ഥാനത്ത് റെഡ് റോസായിരുന്നു. അപ്പം ഞാൻ ഓർത്തു കല്യാണത്തിന് അരുളിപ്പൂ മതിയായിരുന്നു എന്ന്. കാരണം നല്ല എടുപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫേസിൽ മേക്കപ്പിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതേ ഇമ്പോർട്ടൻസ് തന്നെ ഹെയറിന് കൊടുക്കണം എന്നാണ് ഞാൻ പറയാറ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഹെയർ സ്റ്റൈൽ മാറുന്നതനുസരിച്ച് നമ്മുടെ എൻറ്റയർ ലുക്ക് തന്നെ മാറും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കല്യാണത്തിന് ഒരുക്കിയത്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇതുപോലെ ഹിന്ദു മോഡലാക്കി ഒരുക്കിയത്, ഇപ്പോൾ ചേച്ചി ഒരുക്കിയത്, മൂന്നിനും എനിക്ക് 3 ലുക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ അതിൻ്റെ ലുക്ക് മാറ്റിയത് ഹെയർ സ്റ്റൈൽ തന്നെയാണെന്ന് ഞാൻ പറയും കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടിനൊക്കെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ എന്തായാലും ഒരു വഴിക്ക് പോകുമ്പോൾ അത് വേണമല്ലോ എപ്പോഴും. അപ്പോൾ ഞങ്ങളൊരു ഒരു പഴമയുടെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന പോലത്തെ ഒരു വീട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ആ വീട്ടിലായിരുന്നു കേട്ടോ ഷൂട്ട്. അപ്പോൾ എന്തായാലും നേരെ സന്ധ്യ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ലൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു. ഐ മേക്കപ്പ് ആണെങ്കിലും ലിപ്സ്റ്റിക് ഷെയ്ഡ് ചൂസ് ചെയ്തതാണെങ്കിലും ഫുൾ മേക്കപ്പ് ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. എടുത്ത വീഡിയോസ് ഫോട്ടോസൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.